ആ ദേവിക ആദ്യം അവക്ക് കല്യാണത്തിന് സമ്മതമല്ലായിരുന്നു. ദാ ഇപ്പൊ അവള് സമ്മതിച്ചിരിക്കുന്നു. ഷേ, അങ്ങനെ പെട്ടെന്ന് തീരുമാനം മാറ്റുന്ന കൂട്ടത്തിൽ പെടുന്നവളൊന്നും അല്ല ദേവിക. അവൾ അഭിപ്രായം മാറ്റിയിട്ടുണ്ടെങ്കിലേ അതിനെന്തോ തക്കതായ കാരണം കാണും, ഇല്ലേ? ആയിക്കോട്ടെ, അതിന് നമുക്കെന്താ? ഓ, നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാവാൻ പോകുന്നത്. എന്തിനാ പ്രേമേ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? അല്ലെങ്കിലും എഴുതാപ്പുറം വായിക്കുന്ന ശീലം നിനക്ക് പണ്ടേ ഉള്ളതാ. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഓ, നിങ്ങളൊരു മണ്ടനാ. ഭാവിയിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവൊന്നും നിങ്ങൾക്കില്ല. എനിക്ക് ഇത്രയും കഴിവൊക്കെ മതി. എന്റെ ദൈവമേ, ഞാൻ ഇനി എന്ത് പറഞ്ഞാണോ ഇങ്ങനെ മനസ്സിലാക്കിക്കേണ്ടത്? എന്റെ മനുഷ്യ, സിദ്ധു ഇപ്പൊ ആര് പറയുന്നതാ അനുസരിക്കുന്നത്? ഞാൻ പറയുന്നത്. അവള് വന്നാലേ അവൻ ആര് പറയുന്നതായിരിക്കും അനുസരിക്കുക? അവള് പറയുന്നത്. അതങ്ങനെയല്ലേ വേണ്ടത്. ഭാര്യയായി നീ പറയുന്നതിലേ ഞാൻ അനുസരിക്കുന്നത്. അതുപോലെ കുഞ്ഞളിയനും ചെയ്യും. കുഞ്ഞളിയന്റെ ഭാര്യ പറയുന്നത് കുഞ്ഞളിയനെ അനുസരിക്കും. അതിലെന്താ തെറ്റ്? ഈ വീട്ടിലെ എനിക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം പോവരുത്. എനിക്ക് അത്രേ ഉള്ളൂ. കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് നീ ഇങ്ങനെ തുടങ്ങല്ലേ പ്രേമേ? ആരുമില്ലാത്ത കുട്ടിയാ ദേവിക. നമ്മൾ ആ കുട്ടിയോട് വളരെ സ്നേഹത്തോടു കൂടെ വേണം പെരുമാറാൻ. ഒരു ബുദ്ധിമുട്ടും ദേവിക്കുണ്ടാവരുത്. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല. 2, അവള് പറയുന്നതാ ഇപ്പൊ സിദ്ധു കേൾക്കുന്നത്. നിങ്ങളെ കിണിക്കൊന്നും വേണ്ട. ഇത് നാത്തും പോലൊന്നും അല്ല. ദേ, ആ പെണ്ണ് എന്നെ കയറി അങ്ങനെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ, അറിയാലോ എന്റെ സ്വഭാവം. ഞാൻ പറപ്പിക്കും അവളെ. അതൊന്നും വേണ്ടി വരില്ല പ്രേമേ. സാധാരണ പെണ്ണുങ്ങളെ പോലെ അല്ല ദേവിക. എന്താ അവക്ക് കൊമ്പുണ്ടോ? കൊമ്പുണ്ടോ കുഴലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. മറ്റു സ്ത്രീകളെക്കാളും ഒരു പക്വത എന്തായാലും ദേവിക്കുണ്ട്. അതുകൊണ്ട് നീയുമായിട്ടുള്ള തർക്കത്തിനൊന്നും ദേവിക തയ്യാറാവില്ല. നീയും അതിന് പോകാതിരിക്കുന്നതാ നല്ലത്. പോയാ നീ നേരത്തെ പറഞ്ഞില്ലേ നിലനിൽപ്പ് അപകടത്തിലാവുമെന്ന്. അതങ്ങനെ തന്നെ സംഭവിക്കും. സ്വന്തം കുഴി നീ തന്നെ തോണ്ടരുത്. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. നമ്മളെന്തിനാ ഇടപെടാൻ പോകുന്നത്? മനസ്സിലായോ? എന്തായാലും കെട്ടിക്കേറി അവളിങ്ങോട്ട് വരട്ടെ. ബാക്കിയൊക്കെ പിന്നെ. കൊല്ലണോ വളർത്തണോ എന്നൊക്കെ അതിന് ശേഷം ഞാൻ തീരുമാനിക്കാം. മാറക്കൂട്ട. വിശാൽ പറയൂ. മറ്റൊന്നും വിചാരിക്കില്ലെങ്കിലേ ഒരു ഓഫർ വെക്കാന്ന് കരുതിയാ വിളിച്ചത്. എന്താണത്? ഹോസ്പിറ്റൽ വീണ്ടും തുറക്കാൻ തന്നെയല്ലേ പരിപാടി? അതെ, അതാണല്ലോ വേണ്ടത്. അതിന് പണം വേണ്ടേ? വേണം. കയ്യിലുണ്ടോ? ഇതുവരെ ഇല്ല. അപ്പോ എന്ത് ചെയ്യും? സംഘടിപ്പിക്കാന്നാ വിചാരിക്കുന്നത്. മനസ്സ് നല്ലതായതുകൊണ്ടും തുറക്കേണ്ടത് ഒരു ആശുപത്രി ആയതുകൊണ്ടും പണം എങ്ങനെയെങ്കിലും വരുമെന്ന് വിശ്വാസമുണ്ട്. ഞാൻ തരട്ടെ? എന്താ? അല്ല, ഹോസ്പിറ്റൽ തുറക്കാനുള്ള കാശ് ഞാൻ തരട്ടെ എന്ന്. എനിക്കൊരു റോളും വേണ്ട. പണം മുഴുവൻ ഞാൻ ഡോക്ടറെ ഏൽപ്പിക്കാം. കടമായിട്ടോ? എങ്ങനെ വേണമെങ്കിലും കരുതാം. അത് വേണോ വിശാൽ? കേസ് പിൻവലിച്ച് തന്നെ വലിയ ഉപകാരമാണ്. അതിൻ്റെ കൂടെ കാശും കൂടി തരുന്നു എന്ന് വന്നാ ഞാനല്ല, ബാക്കിയുള്ളവരും കൂടി അത് സമ്മതിക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ, പല തെറ്റുകളും എനിക്ക് പറ്റിയിട്ടുണ്ട്. അതൊക്കെ പതുക്കെ പതുക്കെ തിരുത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ. അതിന്റെ ഭാഗമാണെന്ന് കരുതിയാൽ മതി. അതിന് മറ്റൊരർത്ഥവും നൽകേണ്ട ആവശ്യമില്ല. ഞാൻ ബാക്കിയുള്ളവരുമായിട്ട് കൂടി ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഒരു മറുപടി പറയാം. പോരെ? മതി. ആ ഹോസ്പിറ്റൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കണം ഡോക്ടർ. അത് എന്റെയും കൂടി ഒരു ആവശ്യമാണ്. എന്ത് സഹായവും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ഞാനത് തന്നിരിക്കും. താങ്ക് യു വിശാൽ. ശരി.
സാറ് മറുപടിയൊന്നും പറഞ്ഞില്ല. ആ പണം നമുക്ക് വേണ്ട നിരഞ്ജൻ. അവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഹോസ്പിറ്റൽ തുറക്കാൻ ഞാനെന്തായാലും തയ്യാറല്ല. കാശിന് കാശ് തന്നെ വേണ്ടേ? അവന് അന്യനൊന്നും അല്ലല്ലോ. എന്താ? അല്ല, അന്യനൊന്നും അല്ലല്ലോ എന്ന് പറയായിരുന്നു. തങ്കച്ചി ചെയ്തതൊന്നും എന്തായാലും എന്റെ മോൻ ചെയ്യില്ല. എങ്ങനെ വിശ്വസിക്കുന്നു എന്റെ മകനെ? ചതിയനല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ അവൻ നന്നായി. അതുകൊണ്ടാണല്ലോ സാർ കേസൊക്കെ പിൻവലിച്ചത്. എനിക്കെന്തോ അവനെ വിശ്വാസം വരുന്നില്ല നിരഞ്ജൻ. അവൻ ശരിക്കും മാറിയെന്ന് എനിക്കും കൂടി തോന്നുന്ന ഒരു ദിവസം വരട്ടെ. അപ്പൊ നമുക്ക് നോക്കാം. അതുവരെ ഒരിടപാടും വേണ്ട. നല്ലൊരു തുക വേണ്ടിവരും ആശുപത്രി വീണ്ടും തുറക്കാൻ. അതെവിടുന്ന് കണ്ടുപിടിക്കും? കണ്ടുപിടിക്കണം. അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഞാൻ. ഏട്ടൻ കൂട്ടിയ കൂടുവോ? തങ്കച്ചിയുടെ കയ്യിന്ന് ഈ വീട് ഒഴിപ്പിച്ചെടുത്തത് തന്നെ ഒരു വിധത്തിലാ. അതും സിദ്ധുവിന്റെ സഹായം കൊണ്ട്. ആ വക്കീലില്ലായിരുന്നെങ്കിലേ നമ്മൾ ഇപ്പോഴും പല വീട്ടിൽ തന്നെ കഴിഞ്ഞേനെ. സിദ്ധുവിനെ പോലെയാണോ വിശാല്? ഇനിയിപ്പോ ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ അക്ഷര പറയട്ടെ. ഇവൾക്ക് മറ്റൊരു തീരുമാനം ഉണ്ടെങ്കിൽ എന്റെ തീരുമാനം മാറ്റാൻ ഞാനും തയ്യാറാണ്. മോളെ, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ആ കാശ് മേടിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ലെന്ന്. എനിക്കിഷ്ടമല്ല. വിശാല് തരുന്ന പണം വേണ്ട. ആ പണം കൊണ്ട് ഹോസ്പിറ്റൽ തുറക്കുന്നതിലും ഭേദം തുറക്കാതിരിക്കുന്നതാ. കേട്ടല്ലോ, എല്ലാവർക്കും തൃപ്തിയായല്ലോ. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നൊരു തെറ്റല്ല വിശാൽ ഇവളോടും എന്നോടും ഈ കുടുംബത്തോടും ചെയ്തത്. അങ്ങനെയുള്ള ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാന്ന് വെച്ചാൽ എന്നെ പിന്നെ എന്തിനു കൊള്ളാം? കാലേ വയ്യാതായിട്ടുള്ളൂ. മനസ്സിപ്പോഴും നല്ല ഉറപ്പിൽ തന്നെയാണ്. ഒരുത്തൻ്റെ മുന്നിലും തലകുമ്പിട്ട് നിൽക്കാനുള്ള മനസ്സെനിക്കില്ലെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ആ പണം വേണ്ടെന്നറിയിച്ചേ. ഒരു വാതിലടഞ്ഞാൽ 9 എണ്ണം വേറെ തുറക്കും. പണം എങ്ങനെയെങ്കിലും വരും. എനിക്ക് നല്ല ഉറപ്പുണ്ട്.